വലിയ അടിസ്ഥാന പ്രമാണം എന്നുള്ളത് ദൈവമക്കളായ നമുക്ക് നാം അറിഞ്ഞതായ കർത്താവിൽ, നാം വിശ്വസിക്കുന്നതായ ദൈവജനത്തിൽ അവനാണ് പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും, അവനാണ് വചനം, അതിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ തോന്നിയാക്കാം, അപ്പോസ്തലനായ പൗലോസ് പോലും പറഞ്ഞു, എല്ലാവരും എന്നെ കൈവിട്ടു. നമ്മുടെ കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ 2011 ഇനിയും എനിക്കോ എന്നെ കേൾക്കും നിങ്ങൾക്കോ ആയുസ് നീട്ടിക്കിട്ടുന്നൊരിക്കൽ ദൈവമക്കളായി നാം ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, എല്ലാവരും എന്നെ കൈവിട്ടു എന്ന്. എന്നാൽ കൈവിടാത്തതായ ഒരു കർത്താവ്, നമുക്ക് മാറ്റമില്ലാത്തത്, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നത്, ദൈവവിശ്വാസനീയമായ തിരുവെഴുത്ത്, അതിൽ നാം നിലനിൽക്കണം എന്നുള്ളതാണ്. നിലനിൽക്കണം. എന്നാൽ കർത്താവ് പറഞ്ഞു, എന്റെ പിതാവ് തരുന്നൊക്കെയും എന്റെ അടുക്കൽ വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകിയില്ല. ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഞാൻ എൻ്റെ സമയത്ത് ഞാൻ നിർത്തുവാനായിട്ട് പോകുകയാണ്. ഈ പ്രിയ അവറാച്ചന്റെ ഭാര്യ, പ്രിയ തന്റെ 2 മക്കൾ, അവർ വല്ലാതെ വേവലാതിപ്പെടുകയാണ്. എന്തുകൊണ്ടെന്നാൽ മരണം, വേർപാട് എന്നുള്ളത് ഹൃദയത്തെ മതിക്കുന്നതായ ഒരു കാര്യമാണ്. വല്ലാതെ ദുഃഖത്തിൽ ആഴ്ത്തിക്കളയും, അതും പ്രായത്തിന്റെ 52 വയസ്സുള്ളതായ സമയത്ത്. എന്നാൽ ഒരു കാര്യം ഈ പ്രിയ സഹോദരിക്കും മക്കളോടും എനിക്ക് പറയുവാനുള്ളത്, ഈ വേർപാട് സ്ഥിരമായി എന്നേക്കുമുള്ളതായ ഒരു വേർപാടല്ല, അല്പകാലത്തേക്ക് മാത്രം. താനിപ്പോൾ ഉറങ്ങുകയാണ്, കർത്താവിന്റെ കരങ്ങളിൽ താൻ ഉറങ്ങുകയാണ്. എത്ര നേരം ഉറങ്ങണം? കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞതായ ഒരു ഉപമയിൽ, ധനവാനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിക്കണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയപ്പോൾ തന്റെ ദാസന്മാരെ വിളിച്ചു പറഞ്ഞു, ഞാൻ വരുവോളം